അവളെയും കാത്ത് ഭാഗം 9. സിത്താര കണ്ണിൽ നിന്നും മറയുന്നത് വരെ ഒരേ നിൽപ്പ് അങ്ങനെ തന്നെ നിന്നു ഷാജിർ. അവന് തൻ്റെ കാതുകളെ വിശ്വസിക്കാനായില്ല. ഷാജിറെ, നീ കഴിക്കാനില്ലേ? സജിൻ്റെ ചോദ്യം കേട്ടപ്പോഴാണ് താൻ എവിടെയാണ് നിൽക്കുന്നത് എന്ന് തന്നെ അവന് മനസ്സിലായത്. ദാ ഇപ്പം വരാം, അവൻ പറഞ്ഞു. ഊണ് കഴിച്ചു വരുമ്പോൾ എല്ലാം ഷാജിറിൻ്റെ മനസ്സിൽ മുഴുവൻ സിത്താരയുടെ മുഖമായിരുന്നു. എല്ലാവരും വാഗമരച്ചുവട്ടിലിരിക്കുകയാണ്. സിത്താരയും ഫ്രണ്ട്സും ചുമ്മാ പുറത്തിറങ്ങിയതാണ്. അവൾ ഷാജിറിനെ ഒന്ന് നോക്കി. അവൻ അവളെ തന്നെ നോക്കുന്നുണ്ട്. അവളുടെ കൽബിൽ 1000 നക്ഷത്രങ്ങൾ ഒന്നിച്ചു വന്നതുപോലെയായി. ആ ഒരു നോട്ടത്തിലൂടെ ഒരു പരസ്പരം സംസാരിക്കുകയാണെന്ന് തോന്നും. ഷോപ്പിൽ പോകാനിറങ്ങിയതാണ് അവർ. ഷോപ്പിലെത്താൻ നേരം ചുമ്മാ ഒന്ന് തിരിഞ്ഞു നോക്കി സിത്താര. അപ്പോഴതാ ഷാജിർ പിറകെ വരുന്നു. കൂടെ ഫ്രണ്ട്സുമുണ്ട്. അവിടെ നിന്നാണ് അവരുടെ പ്രണയം ശരിക്കും തുടങ്ങുന്നത് എന്ന് തന്നെ പറയാം. പിന്നീട് അങ്ങോട്ട് പ്രണയത്തിൻ്റെ ദിനങ്ങളായിരുന്നു ഇരുവർക്കും. കോളേജിലെ ഓരോ ദിവസവും അവർ ആസ്വദിക്കുകയായിരുന്നു. രാവിലെ ഒരുങ്ങാൻ പ്രത്യേക ഉഷാറാണ് ഇപ്പോൾ സിത്താരക്ക്. 1ഉം 2ഉം ഡ്രസ്സുകൾ ഇട്ടു നോക്കും. എന്നിട്ടാണ് ഏതിനാണ് ഭംഗി എന്ന് നോക്കും. അങ്ങനെ ദിവസങ്ങൾ കടന്നുപോയി. ഒരു ദിവസം രാവിലെ കോളേജിലെത്തിയപ്പോഴേക്കും അവൾ സ്കൂട്ടർ നിർത്തുന്ന അവിടെ തന്നെ നിൽക്കുന്നു ഷാജിർ. എത്ര നേരമായി കാത്തു നിൽക്കണോ? ഏയ്, ഞാൻ നേരത്തെ തന്നെയാണ്. നമുക്കൊരു ചായ കുടിച്ചാലോ? ഷാജിർ ചോദിച്ചു. ഓ, അതിനെന്താ, അവൾ പറഞ്ഞു. രണ്ടുപേരും ഒരുമിച്ച് ക്യാൻറ്റീൻ ലക്ഷ്യമാക്കി നടന്നു. ചായ കുടിക്കുമ്പോൾ ഷാജിർ പറഞ്ഞു, ഇനി 2-3 ആഴ്ച കൂടിയേ ക്ലാസ് ഉള്ളൂ. ഞങ്ങളുടെ സെൻഡ് ഓഫ് ആണ് ബുധനാഴ്ച. നീ വരണം. അനീനയെയും വിളിച്ചോ കേട്ടോ. ഇത്ര വേഗം സെൻഡ് ഓഫ് ആയില്ലേ? സിത്താര പറഞ്ഞു. ക്ലാസ് കഴിഞ്ഞാൽ എങ്ങനെ കാണും? സിത്താര ചോദിച്ചു. എന്തെങ്കിലും ഒരു വഴിയുണ്ടാവും, ഞാൻ വിളിക്കാം. അവൾ മൂളി. ചായ കഴിഞ്ഞപ്പോൾ രണ്ടുപേരും എഴുന്നേറ്റു. അവൾ ക്ലാസ്സിലെത്തിയപ്പോഴേക്കും അനീനയും ക്ലാസ്സിലെത്തിയിട്ടുണ്ട്. നീ ഇന്ന് എവിടെയായിരുന്നു? ഞാൻ വന്നപ്പോൾ നിന്നെ കണ്ടില്ലല്ലോ, അനീന ചോദിച്ചു. ഞാൻ നീ ഇല്ലാന്ന് വിചാരിച്ചു. ഞാൻ ക്യാൻറ്റീൻ വരെ പോയിരുന്നു ഒരു ചായ കുടിക്കാൻ. നീ ഒറ്റയ്ക്കോ? അനീന വീണ്ടും ചോദിച്ചു. അല്ല, ഷാജിറും ഉണ്ടായിരുന്നു. ആ, അത് പറ. നിനക്കിപ്പോൾ നമ്മളെയൊന്നും വേണ്ടല്ലോ. നീ പോടി കുശുമ്പി, ചിരിച്ചുകൊണ്ട് സിത്താര പറഞ്ഞു. ഇൻ്റർവെൽ സമയത്ത് സിത്താരയും ഫ്രണ്ട്സും വെറുതെ വരാന്തയിൽ ഇറങ്ങി നിൽക്കും. കുറച്ചു മാറി ഷാജിറും ഫ്രണ്ട്സും ഉണ്ടാവും. അവർ പരസ്പരം ഇഷ്ടം പറഞ്ഞതിന് ശേഷം അതൊരു പതിവാണ്. ഡി ഷാജിർ നമ്മളോട് സെൻഡ് ഓഫിന് ചെല്ലാൻ പറഞ്ഞിട്ടുണ്ട് കേട്ടോ. നമ്മളോടോ അതോ നിന്നോടോ? അനീന കളിയാക്കി ചോദിച്ചു. നിന്നോടും കൂടി ചെല്ലാൻ പറഞ്ഞു. ഓ, ഞാനില്ല, നീ പൊയ്ക്കോ. ഞാനും പോണില്ല. അവരുടെ ക്ലാസ്സിൽ നമ്മൾ എന്തു പറഞ്ഞു പോവും? അതുകൊണ്ട് ഞാനും പോകുന്നില്ല, സിത്താര പറഞ്ഞു. ബുധനാഴ്ചയാണ് മിക്ക ക്ലാസ്സിലെയും സെൻഡ് ഓഫ്. ഷാജിറിൻ്റെ ക്ലാസ്സിലെ എല്ലാവരും ഒരേപോലെയുള്ള ഡ്രസ്സാണ് ഇട്ടിരുന്നത്. സിത്താരയുടെ ക്ലാസ്സിലെ സെൻഡ് ഓഫ് വെള്ളിയാഴ്ചയാണ്. അവരുടെ ക്ലാസ്സിൽ കുട്ടികൾ കുറവായതിനാൽ ബികോമിലെ കുട്ടികളും അവരും കൂടിയാണ് നടത്തുന്നത്. രാവിലെ ഇറങ്ങുമ്പോൾ തന്നെ ഒരു മെസ്സേജ് വന്നു. അതെടുത്ത് നോക്കിയപ്പോൾ ഷാജിറാണ്. ഒരു ഫോട്ടോ സെൻഡ് ചെയ്തിരിക്കുന്നു, പുതിയ ഡ്രസ് കോഡൊക്കെ ഇട്ടിട്ട്. അവൾ മനസ്സിൽ ചിരിച്ചുകൊണ്ട് ഒരു ലവിൻ്റെ ഇമോജി അങ്ങ് ഇട്ടുകൊടുത്തു. സൂപ്പർ എന്നൊരു സ്റ്റിക്കറും. കോളേജിൽ എത്തിയപ്പോൾ തന്നെ നല്ല തിരക്കായിരുന്നു. ആകെ ഒരു ബഹളമയം. ഫൈനൽ ഇയർ സെക്ഷൻ്റെ സെൻഡ് ഓഫ് മാത്രമാണ് ഇന്ന്. +2വിൻ്റെയും മറ്റ് ക്ലാസ്സുകളുടേത് വെള്ളിയാഴ്ചയാണ്. ഫൈനൽ ഇയർ BA BCom +2 ഹ്യൂമാനിറ്റീസ് കോമേഴ്സ് അങ്ങനെ എല്ലാവരും ഡ്രസ് കോഡിലാണ്. സിത്താര അനീനയെ കാത്തു നിന്നു. എല്ലാവരും നേരത്തെ തന്നെ എത്തുന്നുണ്ട് എന്ന് അവൾക്ക് തോന്നി. അനീന വന്നു. അവൾ ക്ലാസ്സിലേക്ക് പോയി. സെൻഡ് ഓഫ് ആയതുകൊണ്ട് തന്നെ ലഡുവും മിഠായിയും എല്ലാം ക്ലാസ്സിൽ വിതരണം ചെയ്യുന്നുണ്ട്. സിത്താരയ്ക്ക് ഷാജിറിൻ്റെ ക്ലാസ്സിലേക്ക് പോകണമെന്നുണ്ട്. എന്നാൽ എങ്ങനെ പോകും? താൻ ഒറ്റയ്ക്ക്. അതുകൊണ്ട് അവൾ പോയില്ല. അന്ന് ക്ലാസ് നേരത്തെ വിട്ടു. അന്ന് സിത്താരയ്ക്ക് ഷാജിറിനെ കാണാൻ കഴിഞ്ഞില്ല. എന്നാൽ ക്ലാസ് കഴിഞ്ഞ് കാണാമെന്ന് വിചാരിച്ച് അവൾ അവിടെ നിന്നും ഇറങ്ങി. കുറേ കുട്ടികൾ വാഗമരച്ചുവട്ടിൽ ഇരിക്കുന്നുണ്ട്. മറ്റു ചിലർ വേറെ ഒരു ഭാഗത്ത്, കുറേ പേർ വരാന്തയിൽ, ക്യാൻറ്റീൻ്റെ ഭാഗത്ത്. അങ്ങനെ അവളുടെ മിഴികൾ ഷാജിറിനെ തിരഞ്ഞു. ലാസ്റ്റ് ഡേ സെൻഡ് ഓഫിൻ്റെ ദിവസമായതുകൊണ്ട് തന്നെ എല്ലാവരും കരച്ചിലും യാത്ര പറച്ചിലും എല്ലാമാണ്. അതാണ് ചുറ്റുഭാഗവും നടന്നുകൊണ്ടിരിക്കുന്നത്. അവൾ ഷാജിറിനെ തന്നെ നോക്കിയിരുന്നു. അവൻ കുറച്ച് മാറി നിൽക്കുന്നുണ്ട്. ഡി ഷാജിർ ഇന്ന് നല്ല ഗ്ലാമർ ആയിട്ടുണ്ടല്ലോ, അനീന പറഞ്ഞു. ആ ഡ്രസ്സിൽ അവൻ അടിപൊളിയാണെന്ന് അവൾക്കും തോന്നി. അവൾ അവനരികിലേക്ക് ചെന്നു. അവൻ്റെ ലാസ്റ്റ് ഡേ ക്ലാസ് ആയിരുന്നു. അതോർത്തപ്പോൾ തന്നെ സിത്താരയ്ക്ക് നെഞ്ചിടിച്ചു. സങ്കടം വന്നു. അവൻ അവളുടെ സങ്കടഭാവം ശ്രദ്ധിച്ചു. ഇനി കാണാൻ പറ്റില്ലേ? സിത്താര ചോദിച്ചു. ഞാൻ വരും നിന്നെ കാണാനായി. പക്ഷേ എങ്ങനെ? ദിവസവും കാണാൻ പറ്റുമോ? സിത്താരയ്ക്ക് ശരിക്കും സങ്കടമായി. ഞാൻ വിളിക്കാം.
അവർ കുറേ നേരം ഓരോന്ന് സംസാരിച്ചിരുന്നു. അനീന പോയിരുന്നു. അവൾ പറഞ്ഞു, എല്ലാവരും പോകാൻ തുടങ്ങി. നമുക്കും പോകാം. ഇഷ്ടമില്ലാതെ അവൾ പറഞ്ഞു. അവനൊന്ന് മൂളി. സിത്താര സ്കൂട്ടിയുടെ അടുത്തേക്ക് പോകുമ്പോൾ അവളുടെ മനസ്സ് നീറിപ്പുകയുകയായിരുന്നു. ഷാജിർ കുറേ നേരം അവളെ ബൈക്കിൽ അനുഗമിച്ചു. ഷാജിറും സിത്താരയും ഇനി കാണുമോ? എന്താണ് ഇനി സംഭവിക്കുക? അതറിയണമെങ്കിൽ അടുത്ത എപ്പിസോഡ് വരെ കാത്തിരുന്നേ മതിയാവൂ.